Hello friends, welcome to the channel. Now, we will see Omron BP monitor, a wrist monitor. Normally, we BP monitor, BP but this actually we wrist portable box നമ്മുടെ രണ്ട് ചാനൽ കാണാത്തവർക്ക് കണ്ടോക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളേക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും സംശയം കാണുകയാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ് പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒമറോന്റെ ബോക്സ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡീറ്റെയിൽസ് 3 ഇയേഴ്സ് വാറണ്ടി സംഭവം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഒമറോൺ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് ബ്രാൻഡാണ് ഹെൽത്ത് കെയറിന്റെ ബ്രാൻഡാണ് ഫേമസ് ബ്രാൻഡാണ് അത്യാവശ്യം നല്ല റെക്കമെൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് ഇപ്പോൾ മോസ്റ്റ് റെക്കമെൻഡഡ് ഡോക്ടേഴ്സ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അവാർഡ് സംഭവം കിട്ടിയിരുന്നത് ഒമറോന് അതിന്റെ റിസ്റ്റ് ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഉള്ളത് 𝐻EM6161 എന്നൊരു മോഡലാണ് ഇതാണ് ബോക്സ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ആണത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഓവറോൾ ബോക്സ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫുൾ ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്തായാലും ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ക്ലിയർ ആവും അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 3 ഇയർ വാറണ്ടി സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ മോഡൽ നെയിം സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ചെറിയൊരു സംഭവം ബ്രിസ്റ്റിൽ കടന്ന ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് ജപ്പാൻ മെയ്ഡ് ഇൻ ജപ്പാൻ ഓമറോൺ ഹെൽത്ത് കെയർ ടെക്നോളജീസ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കഫ് റാപ്പ് ഗൈഡ് എങ്ങനെ ചെയ്യേണ്ടത് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഡിറ്റക്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് 30 മെമ്മറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇൻ്റലിജൻറ്റ് ഹെൽത്ത് സെൻസ് ടെക്നോളജി എന്ന സംഭവമാണ് ഇവർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി ഫംഗ്ഷനും അതുപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ കാണാൻ പറ്റും അതുപോലെ തന്നെ MRP കൊടുത്തേക്കുന്നത് ഇത് AAA ബാറ്ററി സൈസാണ് ഉപയോഗിക്കുന്നത് രണ്ട് AAA ബാറ്ററി ഓൾറെഡി നമ്മുടെ ബോക്സിൽ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡ്യൂറസെലിൻ്റെ ബാറ്ററീസ് ഇൻബില്ല് വരുന്നുണ്ട് ഇതിൻ്റെ MRP ചെക്ക് ചെയ്തിട്ട് MRP എന്ന് പറയുന്നത് 2500 രൂപയാണ് പക്ഷെ നമുക്ക് ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ആമസോണിൽ നമുക്ക് 1500 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് കിട്ടും ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ പിന്നെ ഡീറ്റെയിൽസ് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കിടലന്ന ഒരു ലുക്ക് സാധനം എന്ന് വെച്ചാൽ മറ്റേ സംഭവം നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ വയറും സംഭവമൊക്കെ വയറും സംഭവമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും മറ്റതും ഉണ്ടല്ലോ ഡോക്ടർ റസ്റ്റിനെ എത്ര കാലം ഉപയോഗിക്കാറ് ഡോക്ടർ റസ്റ്റ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒമറോൺ തന്നെ നിങ്ങൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതിനുള്ളിൽ വേറെ ഒന്നുമില്ല അതിനുള്ളിൽ ബുക്ക്ലെറ്റ്സ് സംഭവമൊക്കെ ഞാൻ ബുക്ക്ലെറ്റ്സ് കാണിച്ചു തരാം കുറേ ബുക്ക്ലെറ്റ്സുകളുണ്ട് അതുപോലെ തന്നെ വാറണ്ടി ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ യൂസർ ഗൈഡ് സംഭവമുണ്ട് 2 ഭാഷയിൽ യൂസർ ഗൈഡ് വരുന്നുണ്ട് കൊട്ടക്കണക്കിന് ബുക്ക്ലെറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ യൂസർ ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നമ്മൾ എങ്ങനെ ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആക്യുറസി മച്ചനായിട്ട് കൂടുതലുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സാണ് ഇവിടെ നമുക്ക് സ്വിച്ച് ഉണ്ട് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനമാണ് ഇത് ഭയങ്കര വെയിറ്റ്ലെസ് ആണ് കേട്ടോ അതാണ് ഭയങ്കര വൃത്തിയാണ് ഇത്ര ഉള്ളൂ സാധനം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ മെത്തേഡ് സംഭവങ്ങളൊക്കെ വരെ കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് വേണം നോക്കാൻ അപ്പോൾ ഇതിൽ അലാറാം സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷീൻ്റെ നോക്കി ഇതിൻ്റെ വലിയൊരു മോഡൽ നിങ്ങൾക്ക് നോർമൽ നമ്മുടെ കയ്യിൽ സൈഡ് കെട്ടണതിൽ അവൈലബിൾ ആണ് അതിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് വേറെ ഡിഫറൻസ് ഒന്നുമില്ല ഡിസ്പ്ലേ കുറച്ച് ചെറുതാണെന്നുള്ളൂ മിക്കശേഷം എല്ലാ പൾസും സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും എല്ലാം നമുക്ക് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സാധനം ഇങ്ങനെ തുറക്കാൻ പറ്റും കേട്ടോ നമ്മുടെ റിസ്റ്റിലെ അഴികളാണ് ലെഫ്റ്റ് റിസ്റ്റിലാണ് കെട്ടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കെട്ടണതെന്ന് ഞാൻ ഓവറോളായിട്ട് ഒരു അങ്ങനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ഇതിൽ നമ്മൾ മാനുവൽ വായിച്ച് നോക്കണം നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ എല്ലാത്തിനും അവരുടെ ഒരു റെക്കമെൻഡ് ആയിട്ടുള്ള പൊസിഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് മച്ചനും ഉണ്ട് നല്ല കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഇങ്ങനത്തെ ഡിജിറ്റൽ BP മോണിറ്ററിൻ്റെ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നോർമലി ഒറിജിനലിനെക്കാട്ടും ഒരു 5% കുറവായിട്ട് അത് കാണിക്കുള്ളൂ എന്നാണ് പറയുന്നത് ഡിജിറ്റലിൽ അപ്പോൾ നിങ്ങൾ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതിട്ടാ അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ തുറക്കുക ഇത്ര ഉള്ളൂ വേറെ ഒന്നുമില്ല നമ്മൾ റിസ്റ്റ് എടുക്കുക ലെഫ്റ്റ് ഹാൻഡിൻ്റെ റിസ്റ്റ് എടുക്കുക അതിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സാധനം ഇവിടെ ഇടുക കണ്ടോ നമ്മുടെ വാച്ചൊക്കെ ഇടുന്ന പോലെ വാച്ച് തലരിച്ച് കിട്ടുക കണ്ടോ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്യുക ഇത് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ഈ കൈ ഇങ്ങനെ തുറന്ന് നമ്മുടെ ഈ പാമ്പൊക്കെ തുറന്ന് വെക്കണം തുറന്നിട്ട് ഒരു 45 ഡിഗ്രി കൈ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ചിട്ട് ഈ സാധനം
ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഓൾറെഡി റീഡിംഗ് വന്നു തുടങ്ങും. ശരിക്കും വർത്തമാനം പറയാനൊന്നും പാടില്ലെന്നൊരു പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടി വർത്തമാനം പറയാം. അപ്പോൾ നമ്മുടെ റീഡിംഗ് കുറച്ച് ഡിഫറൻസ് വരും കേട്ടോ. അതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. മൂവ്മെൻറ്റ് മാക്സിമം ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴാണ് മോസ്റ്റ്ലി അക്യുറേറ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സൈലൻ്റ് ആയാലോ എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. അത് കാരണം നമുക്ക് വെറുതെ അങ്ങനെ ടൈം പോകുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൈലൻ്റ് ആവാം. ഇറഗുലർ മൂവ്മെൻറ്റ്, ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡിറ്റക്ട് കിട്ടും. അത് കാണിക്കും. ചെറുതായിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അത് അത്രയ്ക്ക് ടൈറ്റ് ആവില്ല, മച്ചേൻ്റെ പോലെ അങ്ങനെ ടൈറ്റ് ആവില്ല. റിസ്റ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടുതലാണ് കാണിക്കുന്നത്. എനിക്ക് ഓൾറെഡി BP ഇപ്പോൾ ചെറുതായിട്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാണിക്കുന്നത് 148 കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പൾസ് 78. പൾസ് കറക്റ്റാണ്, ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളോട് ശരിക്കും ആക്ച്വലി ഞാൻ ഹോമിയോ ഇത് കഴിക്കുന്നുണ്ട്. നമുക്ക് ഡയറ്റ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, കുറച്ച് വെയിറ്റ് കൂടുതലാണ്, നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. BMI കുറച്ച് കൂടുതലാണ്, ഒരു ചെറുതായിട്ട് കൂടുതലുള്ളൂ, എന്നാലും കൺട്രോൾ ചെയ്യേണ്ട. അതുപോലെ തന്നെ എക്സസൈസും കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മരുന്ന് ഞാൻ കഴിക്കുന്നില്ല. ഹോമിയോ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ സൈഡ് എഫക്റ്റും സംഭവമൊന്നുമില്ല. അപ്പോൾ ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മെമ്മറി വരും. അതുപോലെ തന്നെ ഓട്ടോ ഓഫ് ഫീച്ചറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കാണിക്കുന്ന പോലെ തൊണ്ണൂടി അമർത്തി കഴിഞ്ഞാൽ സംഭവം ഓഫ് ആവും. നമ്മുടെ മെമ്മറി നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പത്തെ എന്താ പറയുക റീഡിങ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മെമ്മറി ഫംഗ്ഷൻ, ഈ മെമ്മറി ബട്ടൺ അമർത്തിയാൽ മതിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു കിടലൻ സംഭവമാണ് ഇത്. എനിക്ക് ഇതിൻ്റെ ബോക്സ് സംഭവിക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക ആരോ വന്നിട്ടുണ്ട്, ചെറിയ എന്താ പറയുക പോർട്ടബിലിറ്റി, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ആരോ വന്നിട്ടുണ്ട്, കുറച്ച് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കട്ടെ കേട്ടോ. അത് ആക്ച്വലി ആമസോൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ നോർമലി ആമസോണിൻ്റെ ഇവിടെ നിന്ന് അടിക്കാറില്ല. എന്താ വെച്ചാൽ സ്ഥിരം വരുന്ന ആൾക്കാരായതുകൊണ്ട് പരിചയമുള്ളവരുണ്ട്, അവർ ചിലപ്പോൾ നമ്മളവിടെ വെച്ചിട്ട് പോയി തരും. അപ്പോൾ നിങ്ങളൊരു ബ്ലഡ് പ്രഷർ മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ, അതും ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ നോർമലായിട്ടുള്ള എന്താ പറയുക സാധാരണ നമ്മളെല്ലാവരും കണ്ടു വന്ന ഒരു BP മോണിറ്ററിനായിട്ടും കുറച്ചും കൂടിയും ഈസി യൂസ് വരുന്നതാണ്. നമുക്ക് ഇനീഷ്യൽ കുറച്ച് നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡിലൊക്കെ ഇട്ടാൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമല്ല. പക്ഷേ അത് വലിയ ഇഷ്യൂ ഒന്നുമില്ല. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പരിചയമാവും സംഭവം. അപ്പോൾ പിന്നെ ഭയങ്കര ഈസി യൂസാണ്. മറ്റൊക്കെ നമ്മളിവിടെ ഞാൻ എൻ്റെ പറഞ്ഞല്ലോ, എൻ്റെ നോർമലും സംഭവം ഉണ്ട് വീട്ടിൽ. അപ്പോൾ അത് ഞാൻ കെട്ടുമ്പോൾ അതിങ്ങനെ ടൈറ്റ് ആക്കിയിട്ടല്ലോ. അതിൻ്റെ ആക്ച്വലി എന്താ നമുക്കിങ്ങനെ വരിഞ്ഞ് കെട്ടണ ടൈപ്പാണല്ലോ. അതുമ്പോൾ ശരിക്കും ആക്ച്വലി ഒരു മെറ്റൽ റോഡുണ്ട്, അത് ടൈറ്റ് ആക്കാനുള്ള ഒരു ബക്കിൾ പോലെ. അപ്പോൾ ആ സാധനം ശരിക്കും എൻ്റെ ഭയങ്കര എയർ കയറിയിട്ട് ടൈറ്റായിട്ട് ഭയങ്കര ചിലപ്പോൾ ചില സമയത്ത് 180 ഡിഗ്രിയിലൊക്കെ 180 വരെയൊക്കെ ഒരു എയർ ഇൻഫ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഭയങ്കര വേദനെടുക്കും ഇവിടെ. അത് കാരണം എനിക്ക് വലിയ ഇപ്പോഴത്തെ തന്നെ അതിലെ സംഭവം. അപ്പം ഈ ഒരു പുതിയ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക ഈ ഡിജിറ്റൽ ആയിട്ടുള്ള BP മോണിറ്ററിൻ്റെ ഒക്കെ ഒരു അക്യുറസി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 to 95% അക്യുറസിക്കാണ് അവർ പറയുന്നത്, ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഏത് നിങ്ങൾ ഡിജിറ്റൽ സാധനം വാങ്ങിച്ചാലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ സാധനം റെക്കമെൻഡ് ചെയ്യണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് 2 AAA ബാറ്ററി മതി. മറ്റേനാകുമ്പോൾ നമുക്ക് 4 AA ബാറ്ററി വേണം. അപ്പോൾ ബാറ്ററി കൺസംപ്ഷൻ കൂടുതലാണ്. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈസി പോർട്ടബിൾ യൂസാണ്. മറ്റത് എടുത്തു വയ്ക്കാൻ ഭയങ്കര പൊടി കയറുക ചെയ്യും. വെച്ചാൽ എടുത്തു വെച്ചില്ലെങ്കിൽ വരിക. ഇതിനാണെങ്കിൽ ഒരു ബോക്സ് ഓൾറെഡി തരുന്നുണ്ട്, ചെറിയ കുട്ടി സാധനം ശരിക്കും വാച്ചിൻ്റെ ബോക്സ് എടുത്തു വയ്ക്കാൻ സുഖമാണ് ഭയങ്കര. അപ്പോൾ നിങ്ങളൊരു BP മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ മറക്കണ്ട. ഞാൻ എന്തായാലും താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.